സംസ്ഥാനത്ത് നിന്ന് ഡോക്ടർമാരുടെ സൂചനാ സമരം. രാവിലെ 10 മുതൽ 11 വരെ സർക്കാർ ആശുപത്രികളിൽ ഒ.പി. ബഹിഷ്കരിച്ചാണ് സമരം. മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ജോലിക്കിടെ ഡോക്ടറെ മർദ്ദിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിനാലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഒ.പികളും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും പൂർണ്ണമായും ബഹിഷ്കരിക്കും. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, സ്വാഭാവികമായും ദിവസങ്ങളായി തുടരുന്ന ഒരു വിവാദമാണ്. അതിൽ കൃത്യമായൊരു നടപടി ഇതുവരെ പോലീസിന്റെയോ അധികൃതരുടെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഈ ആരോഗ്യ പ്രവർത്തകനാണെങ്കിൽ രോഗികളുടെ മുമ്പിൽ വെച്ച്, എല്ലാവരും മുമ്പിൽ വെച്ച് മർദ്ദനമേറ്റതുമാണ്. മാത്രമല്ല, അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, പലയിടത്തും തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആവശ്യം അത് തികച്ചും ന്യായവുമാണ്. പക്ഷേ അതെങ്ങനെയാണ് ബാധിക്കുക ജനങ്ങളെ? അതൊരു ചോദ്യവുമാണ്. ഉമേഷ്, തീർച്ചയായും ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആവശ്യം തികച്ചും ന്യായമാണ്. പെട്ടെന്നൊരു ദിവസം അവർ സമരം പ്രഖ്യാപിച്ചതല്ല. ഇപ്പോൾ സംഭവം നടന്നിട്ട് 6 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞു. ഇതുവരെ പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല. പ്രതി ഒരു പോലീസുകാരൻ കൂടിയാണ് എന്നുള്ളതാണ് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ന്യായത്തിൻ്റെ, അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്ന ന്യായത്തിൻ്റെ ഒരു കാരണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറെ അകാരണമായി മർദ്ദിച്ച് തിരികെ പോയത്. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായി ഈ ഒരു ആവശ്യം ഉന്നയിച്ച് IMA അടക്കം നിരവധി തവണ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം കത്ത് നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ ആ അറസ്റ്റ് മാത്രം നടന്നിട്ടില്ല. ഈ സമരം പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി, എന്നിട്ടും നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച IMA സൂചന സമരം, അത് രാജ്യം മുഴുവനുള്ള സമരമായിരുന്നു എങ്കിൽ പോലും ഇതായിരുന്നു കേരളത്തിൽ പ്രധാന ഊന്നൽ. പക്ഷേ അതിലും നടപടി ഉണ്ടായില്ല. എന്തായാലും ഇന്ന് സൂചനാ പണിമുടക്കാണ്. ഇന്ന് ഏകദേശം 1 മണിക്കൂറാണ് OP ബഹിഷ്കരിക്കുന്നത്, 10 മുതൽ 11 മണി വരെ. പക്ഷേ വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കില്ല എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക ആശുപത്രികളിലും ജനറൽ OP ഇല്ല എന്നുള്ളതാണ്. കാരണം കോവിഡ് കാരണം ഒട്ടുമിക്ക OPയും ഓൺലൈൻ വഴിയാണ്. ഈ സഞ്ജീവനി വഴി ഓൺലൈൻ രജിസ്റ്റർ ചെയ്താണ് OPകളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബാധിക്കില്ല. പക്ഷേ നേരിട്ട് നോക്കേണ്ട ഈ OPകളുണ്ട്. അതായത് ശാരീരിക അദ്ദേഹത്തിൻ്റെ ഒടിവുകൾ, മറ്റ് അസ്ഥിരോഗ വിഭാഗം തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം നേരിട്ട് OPയിലെത്തി പരിശോധിക്കണം. അത്തരം OPകൾ എന്തായാലും 1 മണിക്കൂർ പ്രവർത്തിക്കില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി OPകൾ ഇന്ന് പൂർണ്ണമായി പ്രവർത്തിക്കില്ല. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഇന്ന് ഒരു ശസ്ത്രക്രിയയും നടത്തില്ല. എന്നാൽ അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തും, കോവിഡ് ഡ്യൂട്ടി നടത്തും, കാഷ്വാലിറ്റി ഡ്യൂട്ടികളെല്ലാം ഇന്ന് ഡോക്ടർമാർ ചെയ്യും. എന്തായാലും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഇന്ന് തുടരും. IMAയും KGMOയും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നടപടി ഉണ്ടായില്ല എങ്കിൽ പൂർണ്ണമായി OP ബഹിഷ്കരിച്ചുള്ള നടപടിയിലേക്ക് പോകും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. KGMOയെ ആഹ്വാനം ചെയ്ത സമരത്തിന് IMAയും മെഡിക്കൽ കോളേജ് ടീച്ചർമാരുടെ സംഘടനയായ KGMCTയെയും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഗോപി. യെസ് ഉമേഷ്, ഏതായാലും 10 മണിക്കാണ് ഉമേഷ് തുടങ്ങുക അല്ലേ? നമുക്ക് ആ ഘട്ടത്തിൽ വളരെ വിശദമായി അതിലേക്ക് വരികയും ചെയ്യാം.